ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഇനി നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ ആണ്. അപ്പോൾ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷനിലേക്ക് വരുന്ന സമയത്ത് മക്കൾ ആദ്യം കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുള്ള ഒരു വിഷയമാണ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ 13 ചാപ്റ്റേഴ്സുകൾ ഉണ്ട്. അതേസമയം നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പഠിക്കാൻ 8 ദിവസങ്ങളും ബാക്കിയായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് ഞാൻ പറയുന്ന ഒരു പ്രശ്നം വരുന്നത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ദിവസങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അതിനെ യൂസ് ചെയ്യും, നമ്മൾ എത്രത്തോളം അവിടെ പഠിക്കുമെന്നതാണ് കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. മക്കൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഏറ്റവും അവസാനത്തെ എക്സാമിനേഷൻ കഴിഞ്ഞ് 24-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 26-ാം തീയതി PT യുടെ എക്സാമിനേഷൻ ഉണ്ടായത്. അത് ഓക്കെ, അത് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വേറെ വിഷയമാണ്. നമ്മൾ 24 നോക്കുകയാണെങ്കിൽ 24, 25, 26, 27, 28, 29, 30, 31-ാം തീയതിയാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ വരുന്നത്. ഈ 8 ദിവസം ഉണ്ടായത് കൊണ്ട് തന്നെ പല ആളുകളും ഇവിടെ ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയോ? 8 ദിവസം ഉണ്ടല്ലോ, 2 ദിവസം കൂടെ ഉറങ്ങിയിട്ട് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പഠിക്കാം. 3 ദിവസം ഞാൻ പഠിക്കായിരുന്നല്ലോ. 3 ദിവസങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വേറെ ചിന്തയാണേ. മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ 8 ദിവസത്തെ അഥവാ ഇനി ബാക്കി വരുന്ന കുറച്ച് ദിവസങ്ങൾ, 8 ദിവസത്തിൽ 2-3 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇനി ബാക്കി വരുന്ന ഈ ദിവസങ്ങളെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് മക്കൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ A+ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഏതിനെ മാറ്റാം? സോഷ്യൽ സയൻസിനെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് പഠിക്കാനുള്ള വ്യക്തമായ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 24-ാം തീയതി ആണെങ്കിൽ നമ്മുടെ ലൈവ് ഉണ്ടായത്. 24-ാം തീയതി നമ്മൾ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 25-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു? 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ 26-ാം തീയതിയാണ്. 26-ാം തീയതി 7, 8, 9, 10 ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അടുത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ളത് 27-ാം തീയതി 10, 11, 12, 13 ചാപ്റ്റേഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ സെറ്റ് ആക്കും. എന്ന് വെച്ചാൽ 4 ദിവസത്തെ ഷെഡ്യൂളിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സുകളും വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആക്കിയിട്ട് നമ്മൾ പഠിക്കുന്നു. ലൈവുകൾ കാണാത്ത മക്കളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓരോ ലൈവുകളും കാണുക. അതിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സുകൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിന്റെ ഭാഗം മാത്രം എടുത്ത് നോക്കുക, കൃത്യമായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ ശേഷമുള്ള പ്ലാനാണ് നമ്മുടെ ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 28-ാം തീയതി ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതാണെന്ന് മക്കളെ? 3 മാർക്കും 4 മാർക്കിനും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ 28-ാം തീയതി 3 മാർക്കിനെയും 4 മാർക്കിനെയും ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ശേഷം 29-ാം തീയതി 100% ഷുവർ ക്വസ്റ്റ്യനുമായിട്ട് നമ്മൾ വരുന്നു. അതും കഴിഞ്ഞിട്ട് 30-ാം തീയതി മെഗാ മാരത്തോണും 31-ാം തീയതി നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമാണ് ആക്ച്വലി സോഷ്യലിന്റെ ടീം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, നമ്മുടെ ലൈവിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടായിരിക്കും, അമീൻ സാർ ഉണ്ടായിരിക്കും, ജെസ് സാർ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ കൃത്യമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ ലൈവുകളെയും കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത വർഷം 9th-ലേക്ക് പോകാനുള്ളത്. 9th-ലെ നിഞ്ച ബാച്ചൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ വേഗം തന്നെ ജോയിൻ ചെയ്തോ. ഈ April 1st നമ്മുടെ ലൈവുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഉണർത്തുകയാണ്. ജോയിൻ ചെയ്യാനുള്ള മക്കൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുകയും ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ 8ാം ക്ലാസ്സിന് എന്ത് ചെയ്യാം? അവിടെ സെറ്റ് ആക്കാം, അടിപൊളിയാക്കിയിട്ട് ആക്കാം. ലൈവിൽ നമുക്ക് കാണാം കേട്ടോ.